ഇത് ഞാൻ എടുത്തോട്ടെ. എടാ വാടാ, അമ്മയെല്ലാം എത്തി. വേം വാ, പിന്നെ നമ്മളെവിടെയും കൂട്ടൂലേ. ഇന്നും രാവിലെ തുടങ്ങിയോ? ആ തുടങ്ങി. ഇത് കഥകളിന്റെയാ. ഞമ്മളെല്ലാരും ഇന്നലെ കഥകളി കാണാൻ പോയല്ലോ. ഓ, എന്തായിരുന്നു കഥ? പ്രഹ്ലാദ ചരിതം. ഓ, നരസിംഹം. പക്ഷെ എനിക്കിഷ്ടം പ്രഹ്ലാദനെയാ. പോടാ. അച്ചാച്ചൻ ഇന്നലെ കഥകളി കാണാൻ വരാത്തത് വലിയ നഷ്ടം തന്നെയാ. അല്ല, നീ ഈ പുസ്തകം ഇത്രയേ വായിച്ചുള്ളൂ? അത് നല്ല ആളെയാ ഏൽപ്പിച്ചത്. ആ, ഇനിയിപ്പോ കോട്ടയം തമ്പുരാന്റെ കല്യാണ സൗഗന്ധികം നേരിട്ട് കാണാലോ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോവാം. അപ്പൊ അന്ന് അച്ചാച്ചന് നാടകവും പരിപാടിയൊന്നുമില്ല? അച്ചാച്ചൻ എല്ലാ കഥകളും കണ്ടിട്ടുണ്ടാ? എല്ലാം കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചാ ഏറെക്കുറെ. കുട്ടിക്കാലത്താ? കുട്ടിക്കാലത്തോ? അന്നൊന്നും കഥകളി കാണാനുള്ള അർഹത നമുക്കില്ലായിരുന്നു. അന്നത്തെ കാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോ കഥകളി ആരാ ചിട്ടപ്പെടുത്തിയേ? അത് ഈ നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള മത്സരം കലാരംഗത്ത് വന്നപ്പോ കോട്ടയം കോവിലകത്ത് 4 ആട്ടക്കഥകൾ പിറവി കൊണ്ടു. അപ്പോ ഈ കോട്ടയം തമ്പുരാന്റെ നാടെവിടെയാ? നമ്മുടെ കൂത്തുപറമ്പും വടക്കൻ കോട്ടയവും മുഴക്കുന്നും അങ്ങനെ കുറച്ച് ദേശങ്ങൾ ചേർന്നൊരു നാട്ടുരാജ്യം. അതായിരുന്നു കോട്ടയം തമ്പുരാന്റെ നാട്. അപ്പൊ നമ്മുടെ നാട്ടിലാ കഥകളി ഉണ്ടായേ? എന്നിട്ട് നാട്ടിലധികവും കാണുന്ന നാടകവും തറിയും തീയലാണല്ലോ. ഇനി അതുപോലെ കഥകളി എപ്പോഴും കാണാൻ പറ്റുമല്ലോ. അതെങ്ങനെയാ? അതിനല്ലേ മലയാള കലാനിലയത്തിന്റെ കോട്ടയം കഥകളി തട്ട്. തരൂലേ? മതി മതി, അതും കൊടുത്തേക്ക്. ഇനി കളി കാണുകയും ചെയ്യാം, കളി പഠിക്കുകയും ചെയ്യാം. അപ്പ ചാച്ചാ, എനിക്ക് കഥകളി പഠിക്കാനാവുക? ഇപ്പൊ തന്നെ വേഷമൊക്കെ ഇട്ടല്ലോ. ഇനി നാളെ തന്നെ ആശാന്റെ കൂടെ അങ്ങ് പോയിക്കോട്ടെ.